നിങ്ങളൊരു ഒ ബി സി കാൻഡിഡേറ്റ് ആണോ? നിങ്ങൾ ഒ ബി സി NCL സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് ഒ ബി സി എലിജിബിലിറ്റിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഈ ഒ ബി സി NCL സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ 3 ഫിനാൻഷ്യൽ ഇയർ, അതായത് 2022-23, 23-24, 24-25 ഫിനാൻഷ്യൽ ഇയറിൽ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഒ ബി സി NCL സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത്. അതായത് കഴിഞ്ഞ April 1-4-2025 ശേഷം ഇഷ്യൂ ചെയ്തിട്ടുള്ള, എന്നാൽ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് അതായത് 24 February ആണ് ലാസ്റ്റ് ഡേറ്റ്, അതിനു മുമ്പ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ഒ ബി സി സർട്ടിഫിക്കറ്റ് ആയിട്ട് ഹാജരാക്കേണ്ടത്. സോ വൺസ് അഗൈൻ April 1-2025 ശേഷം, അതുപോലെ തന്നെ February 24, 2026 മുമ്പും ഇതിനുള്ളിൽ അപ്ലൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഒ ബി സി NCL സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അതിൽ കൺസിഡർ ചെയ്യേണ്ട 3 ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 22-23, 23-24 ആൻഡ് 24-25 ഈ 3 ഫിനാൻഷ്യൽ ഇയർ കൺസിഡർ ചെയ്യേണ്ടത്. ഇനി EWS ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ ആണ് കൺസിഡർ ചെയ്യുന്നത്. February 2024-25 ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾ EWS എലിജിബിൾ ആയിരിക്കണം. ഡേറ്റ് ഇതിന് സിമിലർ ആയിട്ട് തന്നെയാണ്. അതായത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ, അത് 1-4-2025 ശേഷം ഈ എക്സാമിനേഷന്റെ ആപ്ലിക്കേഷൻ ഫോമിന്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുള്ള February 24 മുമ്പായിട്ടും നിങ്ങൾ EWS സർട്ടിഫിക്കറ്റിന്റെ ഡേറ്റ് ആ ഡേറ്റിലായിരിക്കണം കിട്ടേണ്ടത്. അപ്പം വീണ്ടും ശ്രദ്ധിക്കുക, ഒ ബി സർട്ടിഫിക്കറ്റിന്റെ ഇയർ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഏത് ഡേറ്റിലാണ് കിട്ടേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. EWSനും ഇതേ സെയിം ഡയമെൻഷൻ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിന്റെ ലാസ്റ്റ് ഡേറ്റിന് മുമ്പുള്ള ഒരു ഡേറ്റ് വെച്ചിട്ടായിരിക്കണം നിങ്ങളുടെ ഒ ബി സി സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ EWS സർട്ടിഫിക്കറ്റും വേണ്ടത്. പക്ഷേ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് April 1, 2020 ശേഷമായിരിക്കണം. ഈ കറന്റ് റണ്ണിംഗ് ഫിനാൻഷ്യൽ ഇയറിലെ ഡേറ്റിലായിരിക്കണം അത് ഉണ്ടാവേണ്ടത്.